ഇന്ന് നമുക്ക് ഒരു സേമിയ പായസം ഉണ്ടാക്കാം. ക്യാരറ്റ് ചേർത്ത സേമിയ പായസം. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. വാ. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. ഇവിടുന്ന് ഞാനിതിൽ 1 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം 4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം. ഇത് തിളച്ച് വെക്കാം. പാല് ഇടക്കം തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പതച്ച് തൂവിപ്പോകുന്നത്. ഇത് തിള വരുന്നുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത സേമിയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയതും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് പാൽപ്പൊടി കലക്കിയത് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന്. ഇളക്കി കൊടുക്കാം. ഇതിന് കുറച്ച് വെള്ളം കുറവാണ്. കുറച്ചുകൂടി ചൂട് പാലൊഴിക്കും കേട്ടോ. ഞാൻ കുറച്ച് 1/2 കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ സേമിയ ഏകദേശം വെന്തു. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തോട്ടെ. എനിക്കിത് കുറച്ച് മധുരം കുറവാണ് ഞാൻ എടുക്കുന്നത്. ഒരു നോർമലായിട്ടുള്ള മധുരം, അതിന് ഈ പഞ്ചസാരയും ഉണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്തെടുക്കുന്നുണ്ട്. ഒരു 2-3 തുള്ളി വാനില എസൻസ് മതി, അത്രയും മതി. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട് പാത്രം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായിട്ടുണ്ട് നെയ്യ്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. കശുവണ്ടി ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇതൊന്ന് ബ്രൗൺ നിറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി പായസത്തിലേക്ക് ഇടാം. കശുവണ്ടി നന്നായി ചൂടായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ക്യാരറ്റ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.
ഇത് നല്ല ഒരു കളറും കിട്ടും, ഒരു നല്ല ടേസ്റ്റും കൂടിയാണ് ഇതിന്. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.